എടാ ഇതൊക്കെ കുറേ കാലമായി തുടങ്ങിയിട്ട് നാട്ടുകാർക്ക് ബോധം വരണ്ടേ? അതിനൊരു സമയം ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ബോധം വന്നാൽ തന്നെ ഇതിന്റെ പിന്നാലെ പോകാൻ കുറേ ആൾക്കാരുണ്ട്. ഇത് കുറേ വർഷങ്ങളായിട്ട് ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ട് ഓരോ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും പറയുന്നുണ്ട്. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവന്റെ അടുത്ത് ഇല്ലാത്ത കുട്ടികളെ ഇവന്റെ ആണെന്ന് പറഞ്ഞിട്ട് പുറം രാജ്യത്ത് പോയിട്ട് എന്റെ കൂടെ നിൽക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഈ കുട്ടീനെ കാണിച്ച് പൈസ മേടിക്കും. എന്നിട്ട് ഈ പൈസ കൊണ്ടുവന്നിട്ട് ഇവന്റെ പരിപാടികൾക്കും പിന്നെ മാജിക് പ്ലാനറ്റും മറ്റു പരിപാടിയിലേക്കും ചെലവാക്കും. അതാണ് ഇതിൽ പ്രശ്നം. പിന്നെ ഒരു കുട്ടിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് റേഷൻ കാർഡിൽ പേര് വെട്ടിക്കും. നാട്ടിൽ നിന്ന് അവരുന്ന് വീട്ടിൽ നിന്ന് പോരുകയാണെങ്കിൽ എന്നിട്ട് അത് നേരെ മാജിക് പ്ലാനറ്റിലേക്കും പിന്നെ ഇതിലേക്കും റൂട്ട് ചെയ്യും. എന്നിട്ട് അത് അവിടെ ബാക്കിയുള്ളവർക്ക് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അവിടെ രണ്ട് മെനുവാണ് അവിടെ ഉള്ളവർക്ക്. പിന്നെ ഇവിടെ വർത്താനം പെരുമാറ്റമാണ് ശരിയല്ലാത്തത്. ഈ ഭയങ്കര റൂഡാണ് ഇയാൾ. ഒരു വർമ്മ ഫാമിലിയിലുള്ള ഒരു കുട്ടി അമ്മ പോയി സംസാരിച്ച സമയത്ത് എന്റെ അവതാരത്തിലൂടെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം നിന്നാൽ മതി, ഇല്ലാന്നിട്ട് ഇവിടെ പോയി കൊണ്ടുപോകാം. അങ്ങനെ കുറേ ഉണ്ട്. അതേമാതിരി കുട്ടികളെ ഇഷ്ടമല്ല. ഇവന്റെ ഇന്റർവ്യൂലൊക്കെ ആദ്യം പറഞ്ഞ് ഏൽപ്പിക്കും ആരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, ആരൊക്കെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ളത്. ഒരു സ്കൂളിൽ തൃശ്ശൂർ വന്നിട്ട് ഒരു സ്കൂളിൽ പരിപാടി നടക്കുന്ന സമയത്ത് ചോദ്യം ചോദിക്കാനില്ലാത്തൊരു കുട്ടി പെട്ടെന്ന് നീട്ടൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല, ഇറങ്ങിപ്പോയി. എന്നിട്ട് ആ ടീച്ചറും പ്രിൻസിപ്പളും അടുത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് റൂഡായിട്ട് അയാൾ പെരുമാറിയത്. ആ ടീച്ചറും പ്രതികരിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കേസിലൊക്കെ. ഇത് കുറേ നടക്കുന്നുണ്ട് ഇങ്ങനെ കുറേ ആയിട്ട്. അപ്പോൾ കുറേ നടന്നു വരുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ പുറത്തേക്ക് വരും, അത്രേ ഉള്ളൂ. ഇനിയും വരും കുറേ കാര്യങ്ങൾ, ഇനിയും കുറേ വരാൻ.